ഹായ് കൂട്ടുകാരെ, ഇതൊരു ബെഞ്ച് പവർ സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് പഴയ സ്റ്റെബിലൈസറിൻ്റെ കേസാണ്. ട്രാൻസ്ഫോമറൊക്കെ ഞാൻ ഒഴിവാക്കി ഒന്ന് പെയിൻറ്റ് ചെയ്യണം. മുമ്പായിട്ട് ഇത് കട്ട് ചെയ്യേണ്ടതും നമുക്ക് ആവശ്യമുള്ള ഹോളുകളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു വോൾട്ടേജ് ആംപിയർ മീറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോള് ഉണ്ടാക്കി. ഓക്കെ, ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്ന പീസ് കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്കിവിടെ ബനാന സോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹോള് വേണം ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് വോൾട്ടേജ് കൺട്രോള്, ആംപിയർ കൺട്രോൾ, 2 കൺട്രോൾ വേണം. പിന്നെ വേണമെങ്കിൽ സ്വിച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ സ്വിച്ച് വയ്ക്കാൻ വേക്കിൽ ഓൾറെഡി ഒരു ഹോളുണ്ട്, ഒരു ഫ്യൂസ് ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെയും വയ്ക്കാം. ഓക്കെ, പിന്നെ ഒരു LED സ്റ്റാറ്റസ് ഇവിടെ സ്റ്റെബിലൈസറിൻ്റെ ഇതുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഏതായാലും നമ്മുടെ കൺട്രോളുകൾ ഫിറ്റ് ചെയ്യാനുള്ള ഹോൾ കൂടി ഉണ്ടാക്കണം. അതിന് ഈ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് തന്നെ ഇവിടെ 2 ഹോള് തുളയ്ക്കാം. ബിറ്റ് മാറ്റിയിട്ട് ഒരു 4 ഹോള് ഇവിടെയും വയ്ക്കാം. അത് കൂട്ടുകാരെ, ഇതാണ് ബനാന സോക്കറ്റ്. ഇത് ഇവിടെ പോസിറ്റീവ് ഇവിടെ വെക്കണം, പിന്നെ നെഗറ്റീവ് ഇവിടെ വെക്കണം. അതേപോലെ ഒരു പ്രിസിഷൻ കൺട്രോൾ ഉണ്ട്, വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്ന 2 കൺട്രോൾ, ഒന്ന് ആംപിയർ കൺട്രോൾ ചെയ്യണം, ഒന്ന് വോൾട്ടേജ് കൺട്രോൾ ചെയ്യണം. അത് രണ്ടും നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ വരുമ്പോൾ ഒരു LED വേണമെങ്കിൽ ഒരു സ്വിച്ചും നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ആ കൂട്ടുകാരെ, അപ്പോളേ നമ്മൾ പിന്നെ വോൾട്ടേജ് കൺട്രോൾ, ആംപിയർ കൺട്രോൾ, പിന്നെ 2 ബനാന സോക്കറ്റ്, പോസിറ്റീവ് നെഗറ്റീവ്, എല്ലാത്തിനും നമ്മൾ ഹോളിട്ടു. നമ്മൾ വോൾട്ടേജ് മീറ്ററിനും ആംപിയർ മീറ്ററിനും കൂടി ഹോളിട്ടു. പിന്നെ LEDക്ക് ഇവിടെ ഓൾറെഡി കുറേ ഹോളുകളുണ്ട്. നമ്മളൊരു സ്ക്വയർ LED നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം കളറിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കിൽ AC കോഡ് വരാനുള്ള ഒരു ഹോളുണ്ട്, പിന്നെ ഫ്യൂസ് കാരിയർ ഉണ്ട്. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഹോള് എക്സ്ട്രാ ഉണ്ട്, അവിടെ നമുക്കൊരു സോക്കറ്റ് ഫിറ്റ് ചെയ്യാം. നമുക്ക് സോൾഡറിങ്ങിനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു AC സോക്കറ്റ് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. നമുക്കൊരു പ്ലഗ് അഡീഷണൽ കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് കേസ്. ഓക്കെ, ഇതിൻ്റെ കവർ ഇതാണ്. കുറച്ച് ഡെൻറ്റിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കിയിട്ട് നല്ലൊരു ഐവറി കളർ പെയിൻ്റ് അടിക്കാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഒരു 10 ആംപിയർ അല്ലെങ്കിൽ 5 ആംപിയർ, 10 ആംപിയർ പറ്റും. പക്ഷെ ഇപ്പോൾ ട്രാൻസ്ഫോമർ ഇതിൽ കൊള്ളുമെന്ന് അറിയില്ല. ഏതായാലും 5 ആംപിയർ ട്രാൻസ്ഫോമർ 36 വോൾട്ട് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പവർ സപ്ലൈ അല്ല കൊടുക്കുന്നത്, SMPS അല്ല, ഇതിൽ ട്രാൻസ്ഫോമറാണ് കൊടുക്കുന്നത്. ഒരു UPSൻ്റെ ട്രാൻസ്ഫോമർ കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാനിതിൽ ബെഞ്ചും പവർ സപ്ലൈ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ശേഷം കാണിക്കാം കേട്ടോ. പഴയൊരു കേസ് ആയതാണ്, അതുകൊണ്ട് കുറേ പണി വേണ്ടി വന്നു. ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് പെയിൻറ്റ് ചെയ്തിട്ട് ഇതിൽ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടാൽ നാളെ ആകുമ്പോഴേക്കൊന്ന് ഉണങ്ങി നമുക്ക് ശരിയായിട്ട് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം നമ്മളെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ഫാൻ വയ്ക്കാനുള്ള ഇതാണ്. ഓക്കെ, ഒരു ഫാൻ വെക്കണം. അതായത് ട്രാൻസ്ഫോമറൊക്കെ നല്ല ചൂടാകുന്ന സമയത്ത് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു നെറ്റ് ഞാൻ SMPSൻ്റെ നെറ്റ് കട്ട് ചെയ്താണ്. ഇതൊക്കെ ചെയ്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിക്കൂടെ നിൽക്കും. ഇത് കൂട്ടി ഇവിടെ സ്ക്രൂ ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ
ഒരു ഹോളുണ്ട്. പവർ സപ്ലൈയുടെ ഒരു സോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ വെച്ചിട്ടുണ്ട്. ഇതൊരു ഫാന് വരും. പിന്നെ ഇതിൽ ട്രാൻസ്ഫോമർ, പിന്നെ പിന്നെ പവർ സപ്ലൈയുടെ ബോർഡ്, പിന്നെ ഫ്രണ്ടിൽ വോൾട്ടേജ് മീറ്റർ, അതേപോലെ കൺട്രോൾസ്, ഇൻഡിക്കേറ്റർ LEDs ഒക്കെ വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ അടുത്ത ഘട്ടം ഇത് ശരിക്കും പെയിൻറ്റ് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയാണ് നമ്മളെ കേസിന്. അപ്പോൾ ഞാൻ ഡോട്ടോ പ്ലസിൻ്റെ സ്പ്രേ പെയിൻറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് അകലത്തിൽ പിടിക്കണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് ഒലിച്ചിറങ്ങും. അത് ഫസ്റ്റ് കോട്ട് മെല്ലെ ഒന്ന് സ്പ്രേ ചെയ്യുക. ഓക്കെ, ഇത്ര ചെയ്താൽ മതി. ഇത് ശരിക്കും ഉണങ്ങിയിട്ട് വേണം അടുത്ത് ചെയ്യാൻ. ഓക്കെ, ചില അടയാളങ്ങളുണ്ട്. നമുക്ക് അടുത്ത പെയിൻറ്റിങ്ങിൽ അത് കളയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഒരു 3 കോട്ട് അടിച്ചിട്ട് നമുക്ക് ക്ലിയറും കൂടി ഒന്ന് അടിക്കണം. ഓക്കെ, അപ്പോൾ പീസ് നല്ല തിളക്കണ്ടാവും. കേസ് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് റെഡിയാണ്. നമുക്കിത് അസംബിൾ ചെയ്യാം. ഓക്കെ, മീറ്റർ ഞാൻ വെച്ചിട്ട് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ബോർഡർ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് ആയിരുന്നു. സപ്ലൈയുടെ ജോലി തുടങ്ങുകയാണ്, വർക്ക് തുടങ്ങുകയാണ്. നമ്മൾ പെയിൻ്റ് അടിച്ച് പൊട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെഞ്ച് പവർ സപ്ലൈക്ക് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഒരു 5000 രൂപ മുതലങ്ങ് മേൽപോട്ടാണ് ഇതിൻ്റെ പ്രൈസൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. പഴയൊരു കേസ് ഉണ്ടെങ്കിൽ, ഇതേപോലെ കേസ് ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മളെ UPSൻ്റെ കമ്പ്യൂട്ടർ UPSൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. ഫ്രണ്ട്ടെക് എന്ന UPS പൊളിച്ചാൽ കിട്ടുന്ന ഇന്ന് എടുക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മളെ പഴയ UPS പൊളിച്ചാൽ കിട്ടുന്ന ഒരു നല്ലൊരു ട്രാൻസ്ഫോമറുണ്ട്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എല്ലാ UPSൻ്റെ ട്രാൻസ്ഫോമർ ഇതിന് പറ്റില്ല. ഈ ഫ്രണ്ട്ടെക് എന്നൊരു കമ്പനിയുടെ UPS ഇതിന് സപ്പോർട്ടബിളായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകണം. ഓക്കെ, ഈ ട്രാൻസ്ഫോമറിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാണുന്നുണ്ട് ചോദിക്കുന്നു.
ഇതിൻ്റെ ഇൻപുട്ട് ഭാഗമാണിത്. ഇതുപോലെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 5 വയറുണ്ട്. ഇത് മെയിനായിട്ടുള്ള സെൻറ്റർ ടാപ്പാണ്. പിന്നെ എക്സ്ട്രാ ഈ വയറുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ലൂപ്പ് ഉപയോഗിക്കണം. എന്നിട്ടാണ് നമ്മൾ പവർ സപ്ലൈ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് 36 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ 36 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ 2 ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ അവസാനം വരുന്ന ഈ ലൂപ്പും ജോയിൻ ചെയ്ത് നമുക്ക് ഇവിടുന്ന് 36 വോൾട്ട് പവർ ഔട്ട്പുട്ട് കിട്ടും. അതിന് നമ്മൾ ഇവിടെ ഈ AC കോഡും ചെക്ക് ചെയ്യണം. AC കോഡിൽ നമ്മൾ ഫസ്റ്റിലെ ലൈന് ആണ് ശരിക്കും റെസിസ്റ്റൻസ് കൂടുതലുള്ള ലൈൻ. അതിലും ഈ ബ്ലാക്കിലുമാണ് നമ്മൾ സാധാരണ 230 വോൾട്ട് ഇൻപുട്ട് കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജ് 32 വോൾട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് കേബിളുണ്ട്, ചുവന്ന കേബിൾ. ഈ ചുവന്ന കേബിൾ അവിടെ 200 വോൾട്ടിൻ്റെ കേബിളാണ്. ആ 200 വോൾട്ടിൻ്റെ കേബിൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 36 വോൾട്ട് ഏകദേശം കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ബക്ക് കൺവെർട്ടറാണ്. ഓക്കെ, ഈ ബക്ക് കൺവെർട്ടറിൻ്റെ ഇതിൽ വരുന്ന ഈ പ്രിസിഷൻ കൺട്രോൾ നമുക്ക് അയച്ചു മാറ്റിയിട്ട് നമുക്ക് ഈ ടൈപ്പ് പ്രിസിഷൻ കൺട്രോൾ ഫിറ്റ് ചെയ്യണം. ഇത് 10Kയുടെ പ്രിസിഷൻ കൺട്രോളാണ്. നമ്മളിവിടെ ഫിറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഈ കേസിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ സൈഡിലും നമ്മൾ ഫിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് 2 വേണം. ഇത് മാർക്കറ്റിൽ ഏകദേശം 150 രൂപയുടെ അടുത്തായിട്ട് വിലയുണ്ട്. ഓക്കെ, ഇത് 2 വേണം. അതിന് പറ്റിയ 2 നോബ് വേണം. പക്ഷേ ഈ നോബ് ഇതിന് ശരിക്കും ഇറങ്ങില്ല. നമുക്കൊന്ന് ചൂടാക്കിയിട്ട് കയറ്റി കൊടുക്കണം. അപ്പോൾ ഈ നോബ് ഇതിന് കൂടെ വന്നില്ല. അതിന് കൂടെ ഓർഡർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ വാങ്ങുക ചെയ്യാം. ലോക്കൽ മാർക്കറ്റിൽ ഈ സാധനം ചില കടയിലേ ഉള്ളൂ, എല്ലാ കടയിലും ഇല്ല. അപ്പോൾ ഇത് ഓൺലൈൻ വാങ്ങിച്ചാൽ. ഓക്കെ, ഇത് നമ്മളെ സാധാരണ പൊട്ടൻഷ്യോമീറ്ററിനെ പോലെ തന്നെയാണെങ്കിലും ഇതൊരു 10 ടൈംസ് റൊട്ടേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ വാല്യൂ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ സാധാരണ പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ ഒരു തിരി തിരിക്കുമ്പോഴേക്ക് തന്നെ അത് കംപ്ലീറ്റ് തിരിഞ്ഞ് പെട്ടെന്ന് വാല്യൂ ചേഞ്ച് ആകും. ഇത് നമ്മൾ കുറേ തിരിച്ചെങ്കിലേ വാല്യൂ ചേഞ്ച് ആകും. അപ്പോൾ നമുക്ക് വോൾട്ടേജും ആംപിയറൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വളരെ സാവധാനം തിരിച്ച് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട പൊസിഷനിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കൺവെർട്ടർ ബൂസ്റ്റ് ഈ ബോർഡിലുള്ള ഈ പൊട്ടൻഷ്യോമീറ്റർ മാറ്റിയിട്ട് നമ്മൾ ഇതിവിടെ ഫിറ്റ് ചെയ്യും. ഇതിന് 3 വയറെടുത്തിട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് കൺട്രോളാം. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട്, ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കും. ഓക്കെ, DC ആക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. അതിന് നല്ലൊരു ബ്രിഡ്ജ് റെക്ടിഫയറും നമ്മൾ വാങ്ങണം കേട്ടോ. ഇതേപോലത്തെ 10 ആമ്പിയറിൻ്റെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ബ്രിഡ്ജ് ചെയ്ത് DC ആക്കി മാറ്റി നമ്മൾ നല്ലൊരു ഫിൽട്ടർ കപ്പാസിറ്റർ വെച്ച് നമ്മളിതിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ നമ്മുടെ മീറ്റർക്കും ഇതിലൊക്കെ കൊടുക്കുക, സെറ്റ് ചെയ്യുക. ഇവിടെ ബനാന കണക്ടർ വരും. ഓക്കെ, ഒരു പവർ LED വരും. ഓക്കെ, അത് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ആദ്യം നമ്മളിതിൻ്റെ ബേസിൽ കുറച്ച് ഓളകളൊക്കെ ഉണ്ട്. ആ ഓളകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ, ഇതിൻ്റെ ബുഷ് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണം. ഓക്കെ, കേസിൻ്റെ അടിഭാഗത്ത് 4 ബുഷ് ഇതുപോലെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബ്ലാക്ക് കേബിള് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം.
ഇതിവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. അതേപോലെ ഈ റെഡ് കേബിൾ, മറ്റത് ഈ വൈറ്റ് കേബിൾ 240 വോൾട്ടിൻ്റെ ആണ്. അത് നമുക്ക് വേണ്ട, നമ്മളത് ഒഴിവാക്കിയിട്ടിട്ട് 220 200 വോൾട്ടിൻ്റെ കേബിളാണ് ഈ ചോപ്പുള്ളത്. അത് നമ്മൾ കണക്ട് ചെയ്യണം. കാരണം നമുക്ക് വോൾട്ടേജ് 36 വോൾട്ട് വരെ, മാക്സിമം 36 വോൾട്ട് വരെ കിട്ടണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 36 37 ആ വോൾട്ട് റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 2 വയർ കട്ട് ചെയ്തെടുത്ത് ഈ റെഡ് ബ്ലാക്ക് ഇത് 220 വോൾട്ടിൻ്റെ കേബിളാണ്. നമ്മൾ ബാക്കിയുള്ള കേബിളെല്ലാം അവിടെ തന്നെ നിർത്തി ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് ഭദ്രമാക്കിയിട്ട് ഇവിടെ വെക്കുകയാണ്. ഇത് ഇൻസുലേഷൻ ഒന്നും കളയാതെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് വീണ്ടും ഈ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിവിടെ ടാപ്പ് ചുറ്റി ഭദ്രമാക്കി വെക്കുകയാണ്. അതൊന്നും ഷോർട്ടാവരുത്. ഈ 2 കേബിളാണ് നമ്മൾ പ്രൈമറിയിൽ നിന്ന് എടുത്തിട്ട് ഇൻപുട്ടിൽ 220 വോൾട്ട് കൊടുക്കാൻ പോകാം. അപ്പോൾ നമുക്ക് ഈ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. അത് നമുക്ക് വഴി ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 5 വോൾട്ടാണ്, 5 വോൾട്ട് സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ. ഓക്കെ, അപ്പോൾ നമുക്കിവിടുന്ന് USB കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ കൊടുക്കാം. ഒരു 5 വോൾട്ട് സ്റ്റാൻഡ് ബൈ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിനും USB കണക്ഷൻ ഇവിടെ ഉണ്ട്. ഒരു ചെറിയ മെയിൽ ടു ഫീമെയിൽ കേബിൾ എടുത്തിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 5 വോൾട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ നമ്മളെ UPS ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിലെ വേറെ തന്നെ ഈ ബ്ലാക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഈ വൈറ്റ് നമ്മൾ ഒഴിവാക്കിയിടുക. കാരണം വൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 32 വോൾട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചോപ്പും ഈ ബ്ലാക്ക് കൊടുത്തിട്ട് നമ്മൾ ഇൻപുട്ടിൽ കണക്ട് ചെയ്യാം. ഇത് ഞാൻ റിലേ വെച്ചിട്ട് ഒരു ടച്ച് സ്വിച്ച് ഇതിമ്പോൾ തൊട്ടാൽ വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ് ഞാൻ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഞാനത് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കൊടുക്കുകയാണ്. നമുക്ക് വഴിയെ അതിൻ്റെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ടച്ച് സ്വിച്ചാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മളിതിൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് സെക്കൻഡറി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഒരു വൈറ്റ് വയറും ഒരു ബ്രൗൺ വയറും കൂടി ഷോർട്ട് ചെയ്തു. അത് 2 ലൂപ്പാണ്. അപ്പോൾ ആ ലൂപ്പ് ഷോർട്ട് ചെയ്തു. പിന്നെ ഞാൻ വരച്ചിട്ട് വേണമെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിൽ ബ്ലൂ വയർ, ഫസ്റ്റ് വരുന്ന ബ്ലൂ വയർ ട്രാൻസ്ഫോമർ ഫസ്റ്റ് ബ്ലൂ വയറും പിന്നെ ലാസ്റ്റ് വരുന്ന ബ്ലാക്ക് വയറും കൂടി ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ AC സെക്ഷനിൽ കൊടുത്തു. ഇത് 10 ആമ്പിയറിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ AC സെക്ഷനിൽ കൊടുത്തു. പിന്നെ നെഗറ്റീവും പോസിറ്റീവും നമ്മളെടുത്ത് നമ്മളിപ്പോൾ മീറ്ററിൽ കൊടുത്തിട്ട് മീറ്റർ 30 വോൾട്ട്, ഇത് വോൾട്ടേജ് ഇല്ലാത്ത സമയമാണ്. ഓക്കെ, AC വോൾട്ടേജ് വളരെ കുറവാണ് ഈ സമയത്ത്. ഓക്കെ, ബാക്കി ഞാൻ കണക്ഷൻ ചെയ്ത ശേഷം കാണിച്ചു തരാം. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇതിൽ ഞാൻ ടച്ച് സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബോഡിയുടെ ഈ ഭാഗത്ത് ടച്ച് ചെയ്താൽ നമ്മുടെ സ്വിച്ച് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ ടച്ച് ചെയ്താൽ വർക്ക് ചെയ്യും. കണ്ട, ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതും ഈ റെസിസ്റ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളതും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതേപോലെ ഇവിടെ ഒരു സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിലേ മോഡൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. പിന്നെ ആംപിയർ മീറ്റർ എങ്ങനെ സെറ്റ് ചെയ്യുക, എങ്ങനെ വർക്ക് ചെയ്യുക, ഈ കൺട്രോളർ വീണ്ടും ഊരിയിട്ടുണ്ട്. ഞാൻ ചില പണിക്ക് വേണ്ടിയിട്ട് ഊരിയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ വീഡിയോ ഇവിടെ അതിൻ്റെയൊക്കെയാണ് പാർട്ട് 2 പിന്നീട് ഡൗൺലോഡ് ചെയ്യാം.